Welcome to Old Bhutathan Ket Trail. Entry fees is 50 rupees for an adult. രണ്ട് സെക്കൻഡുള്ളിൽ തണുപ്പ് മാറി. നല്ല കാട് പോലത്തെ ഫോറസ്റ്റ്. കാട് പോലത്തെ ഫോറസ്റ്റ്. കാടിനേക്കാളും വലിയ ഫോറസ്റ്റ് ആടാ. അവിടെ ഒരു ചേച്ചി കാട് തൂത്തുവാരിക്കൊണ്ടിരിക്കുന്നു. അതിന് ഫോൺ വെക്കാൻ പറ്റത്തില്ല. This small trail, along the right banks of Periyar River, leads to the old Bhutathan Ketu, where huge boulders are scattered around a large area. The walk along this 800-meter trail through dense forest is very relaxing. It is also believed that there was once a thriving civilization on the banks of the Periyar River here. The forests on either side still have remains of wells, walls, pieces of pottery, ruins of an ancient temple and the like. നീ ശിവേ ഇവിടുന്ന് വലിച്ചു കൊണ്ടുപോവാ. നല്ല കാര്യമുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് വലിക്ക്. അന്ന് അടിച്ചാലും വീഴും. വേഗം കുറെ നടക്കാനുണ്ട്. അതൊക്കെ ഇതിലൊക്കെ വെള്ളം വരുന്ന സ്ഥലമല്ലേ ഇത്? തോടാന്ന് തോന്നുന്നു. തോടല്ല, ഞാൻ ക്യാമറയിലോട്ട് നോക്കാറില്ല. ഗുഡ് ബോയ്. പാലം സെൽഫി എടുത്താലോ? വെള്ളം കാണിക്കണ്ടല്ലോ. അതവിടെ നിന്ന് തിരിച്ചു നോക്കും. ഇത് വെള്ളം ഒഴിക്കുമ്പോ ഞങ്ങൾ കണ്ടിട്ട്. While trekking through the forests, here is considered to be among the best ways in which to enjoy the natural beauty of the destination. There are also boat riding facilities available here that will help you tap into an entirely different experience altogether. ഒരു കിലോമീറ്റർ ആണ് ഇതോ? ആൾക്കാരൊക്കെ ഉള്ളപ്പോ സൗണ്ട് കേട്ടതിന് എങ്ങനെ വരാനായിരിക്കും? അങ്ങേരത്തേനും എടുത്തു ചോദിച്ചത് ഇതിന്റെ താനയുണ്ട്. അപ്പൊ അയാൾ എന്നെ കളിയാക്കി. പുള്ളിയുടെ മുമ്പേ പിന്നെ പുള്ളി ഇത്ര കാര്യമായിട്ട് പറയുമ്പോ A heady concoction of mystical tales, verdant vistas, and the ever-graceful Periyar River. In the midst of the rugged terrain of the Bhutathan Ketu Dam lies a treasure trove of experiences waiting to be discovered and explored. നമ്മുടെ AD 800 മുതൽ ഏതാണ്ട് 1202 വരെ കാലഘട്ടം നമ്മുടെ ചേരന്മാരി ഭാഗത്തുണ്ടായിരുന്നു. അവരുടെ കാലത്ത് അവർ വെപ്പൻസ് ആയുധങ്ങൾ ആരെയും കാണാണ്ട് ഒളിപ്പിച്ച് കുറിയെ കാണണേ. ഇതൊരു 15 മീറ്റർ കയറില്ല, 15 മീറ്റർ. ഇതിലേക്ക് ആരടിങ്ങി വരും. ഒത്തിരി ഉള്ളിലേക്ക് പോകണ്ട. കൊത്തിൻ്റെയൊക്കെ ഉളിപ്പാടുണ്ട്, എയർ ഹോളുണ്ട്. എയർ ഹോൾ മൊത്തം മൂടിയിരിക്കുക, കുറച്ച് മാത്രമേ തുറന്നുള്ളൂ. അപ്പോൾ മൊത്തം ഒന്ന് വെച്ച് കയറണ്ട, പകുതി കയറുക, ടോർച്ച് അടിക്കുക, പകുതി കയറി കണ്ടച്ച് തിരിച്ച് ഫോട്ടോ എടുക്കുക കേട്ടോ.
ആയിട്ട് കുറച്ചുള്ള ഫ്രണ്ട് അതല്ല പറഞ്ഞ നീ വീട്ടിൽ പോലെ പൊടി പിടിച്ചിട്ടാണ് ഇതിരുന്നിട്ടോ പിടിക്കണോ വേണേ കൈ കൊടുക്കാല്ലേ ചെല്ലു കൈ കൊടുക്കും കുഞ്ഞാണല്ലേ അച്ഛനൊരു കൈ കൊടുക്കും കർഷക പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടേ വണ്ണം കുറഞ്ഞവര് അങ്ങനെ ഇറങ്ങി കുഴപ്പമൊന്നുമില്ല. ഒന്ന് പിടിച്ചു നിർത്തിക്കോ വേണമെങ്കിൽ. എന്താ വീട്ടിൽ കേട്ടിട്ടില്ലായിരുന്നു. പെട്രോൾ ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. കൊല്ലല്ലേ. അയ്യോ ഞാൻ ബങ്കി ജമ്പിങ് ആയി പോയി. എല്ലാം കാണിക്കണം എല്ലാരും കൂടി. ഒന്നടക്കോ ഒന്ന്. ശിവചേട്ടൻ ഓൾറെഡി വീണ് കല്യാണം കഴിഞ്ഞു. ശിവയാണോ വീണത്? ശിവചേട്ടാ വീണത്. എൻ്റെ അവിടെ കൊടുക്കും. 28 ആക്കില്ല. നിങ്ങൾ ഇതൊക്കെ പോയിട്ട് ഞാൻ മരം കാണുന്നില്ല. അവിടെ ചെന്നിട്ട് അവിടെ താഴെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ആ മരമൊക്കെ അവിടെ പോയി ഇറങ്ങാം. താഴെ മണൽ കണ്ട് അങ്ങോട്ട് പോയി ഇറങ്ങരുത്. ഇല്ല മണല് ഇറങ്ങില്ല. ഈ മണല് വെള്ളം ഇതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത സാധനം. അങ്ങനെ അങ്ങനെ എന്താടാ എടാ ഇങ്ങനെ പോവാ. ചാടിച്ചടി പോവാലോ. എടാ വഴി പോയി എന്താ ത്രില്ല്. ഇപ്പൊ ആ ചേട്ടന് മനസ്സിലായി കാണും നമ്മളാരാ. ഉമ്മായി നമ്മൾ പറയണ ഒന്നും കേൾക്കില്ല. இந்த துறந்து கூட நாங்க போறோம். സിന്ദ വഴി. എടാ സ്റ്റിക്ക് വേണമായിരുന്നു. തിരിഞ്ഞെടുക്കത് വരുന്നുണ്ട് വരുന്നുണ്ട്. എല്ലാവർക്കും ഒന്നിച്ച് പാലത്തിൽ കയറില്ല കേട്ടോ. അതെ 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 ഒന്നൊന്നായിട്ട് കയറുമോ? വാങ്കോ ഹാമി വാങ്കോ.
അടയും കപ്പ എന്നാ കാടിയാ. ரொம்ப டேஞ்சர். ஆமா ரொம்ப டேஞ்சറஸான. இந்த கோகுலோட காല് நடுங்குது. എന്താണ് അവിടെ ഒരു ശബ്ദം കേട്ടത്? അതെ പോച്ച് പോച്ച്. അയ്യോ അയ്യോ ആടുത് ആടുത് അയ്യോ ആടുത്. സൂം ചെയ്തെടുക്ക്. എത്രയും പിടിച്ചൊരാൾ നിൽക്കുന്നുണ്ട്. പിന്നല്ല എടാ മുരുക മുരുക. മുരുകന്റെ വീട് ഇവിടെയാ. പിന്നല്ല അതാണ് തുരുത്ത്. അവരുടെ ഒന്നുകൂടെ കാണിച്ചേ. അതാണ് മൂലംകുഴി സഹദേവന്റെ വീട്. മൂലംകുഴി വരുന്നുണ്ട്, ഓരോരുത്തരായിട്ട് ചുവട് വെച്ച് വരുന്നുണ്ട്. എടാ അത് ഈസി വേ, ഇത് നമുക്ക് ടഫ് വേ. ഇങ്ങനെ പോവാം. അതെ അതെ, ഓൾവേസ് ചൂസ് ദ ടഫ് വേ എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. അതെ ശിവ, അങ്ങോട്ട് പോകണ്ടേ? എടാ അവിടെ ചെന്നിട്ടേ കുറച്ച് കൂടുതൽ ടഫാ. എടാ ഇതേ ഇതിൻ്റെ അകത്ത് വരാല്. പറ പൊക്കാൻ പോവാണോ? എടാ ഒരു വീഡിയോ എടുത്തോണ്ടാ. കുഴപ്പമില്ല. ആ കൊള്ളാം. ഈ ഓട്ടോമാറ്റിക്കലി ഓഫ് ആകുന്ന ഈ ഗോപുരമാണ് ഞങ്ങളുടെ ഗോപുരം. അരുണയുടെ ചുവടുകൾ. അവിടെ എത്തിയിരിക്കുന്നു എൻ്റെ കൂട്ടുകാരെ. അവിടെ എന്തെങ്കിലും ഉണ്ടോ കാണാൻ? അതുങ്ങളൊക്കെ കൊട പിടിച്ചു വെച്ച്. നീ എന്തിനാ വന്നേ? ഇവിടെ കൊണ്ടുക. അമ്പോ വീടില് ശരിക്കും ഇവിടെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം കേട്ടോ. ഒരാടിനെയൊക്കെ പിടിച്ച് കറി വെച്ചിട്ട്, അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞ് തുടങ്ങണം അല്ലേ? മയിലെങ്കിൽ കുറച്ച് മതി. അവിടെ ചാടാൻ പോണു. ഞാൻ ഈ സ്ഥലം വേഗം പിടിച്ചെടുക്കാൻ പറ്റും. അതൊക്കെ നമ്മൾ വേപ്പിച്ചു. പെണ്ണുങ്ങളെ പേടിക്കണ്ട. കിതയ്ക്കുന്നുണ്ടല്ലേ? പിന്നെ വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് 2 മാസം. എടാ മോനെ അവിടെ നോക്കി, നല്ല ഒരു ഒതുക്കമായ സ്ഥലം. പുലി. അത് പുലിയല്ല, എലി. ബാ അമ്പോ, ഇത് കണ്ടോ? അങ്ങോട്ട് പോകുന്നോ? അമ്പോ, കിടന്ന് ഉറങ്ങാൻ പറ്റിയ സ്ഥലം. കാല് വേണം. അയ്യോ